ദുൽഖറിന്റെ അഡാർ ഐറ്റം വരുന്നു. കാരണം ഐ ആം ഗെയിം സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഓണത്തിന് റിലീസാണ്. അതിന്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ്, ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ്, ബാക്കിയുള്ള പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും എല്ലാം കഴിഞ്ഞ് ഈ പടം റിലീസ് ചെയ്യുന്നത് ഓണത്തിന് തന്നെയാണ്. ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. നഹാസ് ആണ് സംവിധാനം. RDXന് ശേഷം ഒരു മെഗാ ഹിറ്റ് കുറഞ്ഞൊന്നും അത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ്, നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നു, സ്ട്രോങ് റൂമേഴ്സ്, ദുൽഖർ ചെയ്യുന്ന അടുത്ത പടം ജിത്തു മാധവനോടൊപ്പമാണ്. ജിത്തു മാധവനാണെങ്കിൽ ആദ്യത്തെ സിനിമ രോമാഞ്ചം, രണ്ടാമത്തെ സിനിമ ആവേശം, മൂന്നാമത്തെ സിനിമ സൂര്യ 47 ആണെന്ന് തോന്നുന്നു, 47 48. അതിനകത്ത് സൂര്യയുണ്ട്, നസ്ലിനുണ്ട്, നസ്രിയ ഉണ്ട്. അതെന്തായാലും ഒരു മിനിമം ഗ്യാരണ്ടി അതും ചിലപ്പോൾ സൂപ്പർ മെഗാ ഹിറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് ജിത്തു മാധവനും ആരുമായിട്ട് ഒന്നിക്കുകയാണ്, ദുൽഖറുമായിട്ട് ഒന്നിക്കുകയാണ്. ഇത് ഗംഭീര സബ്ജക്റ്റാണ്. ആവേശം രോമാഞ്ചം പോലൊക്കെ ഒരു ഗംഭീര, ആവേശം പോലൊക്കെ ഒരു ഗംഭീര സബ്ജക്റ്റ് ആണെങ്കിൽ പാൻ ഇന്ത്യൻ രീതിയിൽ തൂക്കേടി പ്രതീക്ഷിക്കാം, സംശയം വേണ്ട. എന്തായാലും ദുൽഖറിന്റെ ലൈനപ്പുകളൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് താനും. ഇപ്പം പറഞ്ഞ ഐ ആം ഗെയിം ആണെങ്കിലും ഈ പറഞ്ഞ ജിത്തുമാധവൻ പടം, അങ്ങോട്ട് പോകുമ്പോഴും നല്ല നല്ല പ്രൊജക്റ്റുകളാണ് ഇദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത്. എന്തായാലും മലയാളത്തിൽ സകലകല റെക്കോർഡൊക്കെ തകർക്കാൻ കാലിബർ ഉള്ളൊരു നടൻ തന്നെയാണ് പാൻ ഇന്ത്യൻ രീതിയിൽ നോക്കിയാലും ദുൽഖർ. ഇതെല്ലാം തകർക്കട്ടെ, റെക്കോർഡുകളൊക്കെ തകർത്ത് വാരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.